സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 18, 31, 32 തിരുവചനങ്ങൾ. സങ്കീർത്തനം 18, 31, 32 തിരുവചനങ്ങൾ. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 18-ാം സങ്കീർത്തനം 31, 32 തിരുവചനങ്ങളിൽ ഒരു ഭക്തൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, രുചിച്ചറിഞ്ഞുകൊണ്ട്, തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളുടെ മധ്യേ, പ്രശ്നങ്ങളുടെ മധ്യേ, പ്രലോഭനങ്ങളുടെ മധ്യേ, പരീക്ഷകളുടെ മധ്യേ ദൈവത്തെ തൊട്ടറിഞ്ഞ ദാവീദ് രാജാവ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. ആ സർവശക്തനായ ദൈവമായ യഹോവയല്ലാതെ വേറെ ആരാണുള്ളത്? ആ ദൈവം ഒഴികെ ആശ്രയിക്കുവാൻ ഏത് പാറയാണുള്ളത്? ഈ ചോദ്യങ്ങൾ ദാവീദ് രാജാവിൻ്റേത് മാത്രമല്ല, ഇന്ന് തിരുവചനം ശ്രവിക്കുന്ന നാം ഓരോരുത്തരുടെയും ചോദ്യമാകണം. കാരണം ഈ ദൈവമല്ലാതെ, അഥവാ യഹോവയായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് സത്യവേദ പുസ്തകം അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നു. ആ ദൈവം നമ്മെ ഓരോ ദിനവും തൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കുന്നുവെന്നാണ് ആദ്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നത്. തുടർന്ന് പറയുന്നു, അവിടുന്ന് നമ്മുടെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്നു. നമ്മുടെ വഴിയിൽ, അഥവാ മർത്യൻ്റെ വഴിയിൽ പല ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അനേകവിധമായ മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം തരണം ചെയ്യുവാൻ ഒരു മനുഷ്യനും കഴിയില്ല. എന്നാൽ ദൈവം ചെയ്യുന്നത്, നാം അവിടുത്തെ സൃഷ്ടിയാകയാൽ നമ്മുടെ വഴികളുടെ കുറവ് തീർത്തു തരുന്നു. അഥവാ ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുന്നു എന്നുള്ളതാണ്. ഈ ദാവീദ് രാജാവിന് ദൈവം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വഴിയിലെ കുറവ് പരിഹരിച്ചു കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. ഈ 18-ാം സങ്കീർത്തനം 35-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിൻ്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു, നിൻ്റെ വലങ്കൈ എന്നെ താങ്ങി, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ആദ്യമായി പറയുന്നത്, നീ എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ്. ആ രക്ഷ എനിക്കൊരു പരിചയമായി നീ എനിക്ക് തന്നു എന്നാണ്. തുടർന്ന് പറയുന്നു, ദൈവത്തിൻ്റെ വലങ്കൈ എന്നെ താങ്ങിയെന്ന്. ആ താങ്ങും കരങ്ങളാണ് നമ്മെ ഇന്നയോളം നടത്തുവാനിടയായത്. ആ താങ്ങും കരങ്ങളിൽ ദൈവം നമ്മെ വഹിച്ചില്ല എങ്കിൽ നാം ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഒടുവിലായി പറയുന്നു, ദൈവത്തിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഇങ്ങനെ
ദാവീദ് രാജാവ് തന്നെ വലിയവനാക്കി എന്ന് പറയുവാൻ കാരണം എന്താണ്? അതേ പ്രിയമുള്ളവരെ, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം പടിപടിയായി ഉയർത്തി ഏകദേശം 40 വർഷം ഇസ്രായേലിൽ 2 പ്രവിശ്യകളിലായി രാജാവാക്കി ഉയർത്തിയെന്ന് നാം കാണും. ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്, ദൈവം എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ദാവീദിനെ പോലെ നമുക്കും യഹോവയായ ദൈവത്തിൽ, അഥവാ കർത്താവായ യേശുവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും അതുപോലെ ആ ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ സമർപ്പിക്കുകയും ചെയ്താൽ നമ്മെയും ഇതുപോലെ നടത്തുവാനിടയാവും. ആമേൻ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം നിറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ. അഭിഷേകം നിറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗരസായി ഞാൻ
അഭിഷേക